കേളി പുഷ്പം നോവൽ തുടരുന്നു. ഞാൻ റംഷാദാണ്. മറുതലക്കലെ ശബ്ദം. എന്തിനാണ് വിളിച്ചത്? രഹന ചോദിച്ചു. വെറുതെ നിന്റെ സ്വരം കേൾക്കാൻ. പിന്നെയും അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. രഹന പഞ്ചായത്തിൽ ഡാറ്റ എൻട്രി വർക്കുകൾ ചെയ്യുമ്പോൾ അവളുടെ ഫോൺ ശബ്ദിച്ചു. റംഷാദാണ്. രഹന ഫോൺ എടുത്തു. എന്തിനാ എന്നെ വിളിച്ചത്? എനിക്ക് നിന്നെ കാണണം രഹന. ഇന്ന് തന്നെ. ഞാൻ വർക്കിലാണ് റംഷാദ്. അവിടെ നിന്ന് എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഇറങ്ങ്. ഞാൻ നോക്കട്ടെ. നോക്കിയാൽ പോരാ, എനിക്ക് ഇന്ന് തന്നെ നിന്നെ കാണണം. രഹന തനിക്ക് തലവേദനയാണെന്ന് കള്ളം പറഞ്ഞ് ഓഫീസിൽ നിന്നിറങ്ങി. റംഷാദിന്റെ അരികിലെത്തി. അവൻ അവൾക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. നീ എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഐസ്ക്രീം കഴിച്ചുകൊണ്ട് രഹന ചോദിച്ചു. വെറുതെ കാണാൻ. നീ എന്നെ കല്യാണം കഴിക്കുമോ റംഷാദ്? നിന്നെ അല്ലാതെ ആരെയാ ഇനി ഞാൻ കല്യാണം കഴിക്കുന്നത്? രഹനയുടെ ചുണ്ടുകളിൽ മുല്ലപ്പൂക്കൾ വിരിഞ്ഞു. കണ്ണുകൾ തിളങ്ങി. രഹന തന്റെ റൂമിൽ ഒരു പുസ്തകം വായിച്ചു കിടക്കുകയാണ്. പെട്ടെന്ന് അവളുടെ ഫോൺ ശബ്ദിച്ചു. റംഷാദാണ്. അവൾ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. എന്താ റംഷാദേ? നിന്റെ കയ്യിൽ പൈസ എടുക്കാനുണ്ടോ? റംഷാദ് ചോദിച്ചു. ഇല്ല. എങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് തിരിച്ചു കൊണ്ടാ. ഞാൻ നോക്കട്ടെ. രഹന അഭിജിത്തിന്റെ കയ്യിൽ നിന്നും പൈസ കടം വാങ്ങി റംഷാദിന് കൊടുത്തു. അടുത്ത ബുധനാഴ്ച തിരിച്ചു കൊടുക്കണം. അന്നേക്ക് തരണം അവൾ പറഞ്ഞു. തുടരും. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ.